ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റാണ് നമ്മൾ പഠിക്കുന്നത്. 5ഉം 6ഉം ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ് ആണ് നമ്മളിപ്പം പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ്. നമുക്ക് ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കാം. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പം ഭൂഖണ്ഡം എന്താണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഉപഭൂഖണ്ഡം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? പാമീർ പീഠഭൂമിയാണ്. നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് ഈ 4 പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ പീഠഭൂമി. അതും പഠിക്കണം. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് എന്താണ്? ഹിമാലയ പർവ്വതമാണ്. കിഴക്ക് അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ അതിർത്തികളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളാണ് വടക്ക് ഹിമാലയ പർവ്വതം, കിഴക്ക് അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി വേറൊരു പോയിന്റ് കൊടുത്തത്, ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളെ പറ്റി പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉത്തര മഹാസമതലത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് ഈ ഒരു സമതല പ്രദേശം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. മാപ്പിലും കൊടുത്തിട്ടുണ്ടത്. ഇനി അതിൻ്റെ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അവിടെ, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡവുമാണ്. ഇനി ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗം പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പം ഉത്തര മഹാസമതലത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം പറഞ്ഞത് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയിട്ടാണ്. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗത്താണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെയാണ് ഉയരമുള്ളത്. ഏറെക്കുറെ എന്താണ്? ത്രികോണാകൃതിയിലാണ് ഈ ഒരു ഭൂപ്രദേശം കാണപ്പെടുന്നത്. അതും നമുക്ക് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി ആ ഒരു ഓറഞ്ച് കളറ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്.
മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഇനി സൂര്യൻ്റെ അയനം എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയർന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പം എന്താണ്, സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് എന്തായിരിക്കും, സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ്, ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. അപ്പം കരഭാഗത്ത് ഉണ്ടാവുന്ന വായുവൊക്കെ എന്ത് ചെയ്യും, ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ, കാറ്റ് വീശുന്നത് എങ്ങനെയാണ്, വായു കൂടുതൽ ഉള്ള ഏരിയയിൽ നിന്നും കുറവുള്ള ഏരിയയിലേക്കായിരിക്കും കാറ്റ് വീശുന്നുണ്ടാവാം. അപ്പോൾ ഈ കരയിലുള്ള വായുവൊക്കെ മുകളിലേക്ക് ചൂട് പിടിച്ച് ഉയർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് വീശും. അപ്പം ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു കാറ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്, മഴ ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത്. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കുകിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ദക്ഷിണായന സമയത്ത് നടക്കുന്നത്. സൂര്യൻ്റെ സ്ഥാനം സമുദ്രത്തിന് മുകളിലായിരിക്കും. അപ്പോൾ അവിടെയുള്ള വായുവൊക്കെ ചൂടുപിടിച്ച് മുകളിലേക്ക് വരും. അപ്പം കാറ്റ് വീശുന്നത് എങ്ങനെയാണ്, കരയിൽ നിന്നും സമുദ്രത്തിലേക്കായിരിക്കും വീശുന്നുണ്ടായിരിക്കുക. ആ ഒരു കാലയളവ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. വടക്കു കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ടാണ് കാറ്റ് വീശുന്നത്. ആ കാറ്റ് എങ്ങനെയാണ്, പൊതുവെ വരണ്ട കാറ്റായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും കാരണമാകുന്നുണ്ട്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്, ഇവയൊക്കെ എന്താണ്, അവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രധാന അക്ഷാംശരേഖയായ ഉത്തരായന രേഖയ്ക്കിരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഉഷ്ണമേഖലയിൽ എന്തായിരിക്കും, ശൈത്യകാലത്താണെങ്കിലും ഉഷ്ണകാലത്തായാലും താപനിലയിലുള്ള മാറ്റങ്ങൾ കുറവായിരിക്കും, അതായത് വ്യത്യാസം കുറവായിരിക്കും. പക്ഷേ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനില നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും ഉണ്ടായിരിക്കുക. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണവും ഇതുതന്നെയാണ്. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്.
അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് പർവ്വതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പർവ്വതങ്ങൾ കാറ്റിനെ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, മഴ ലഭിക്കും. ആ ഒരു കാറ്റ് അവിടെ തങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ മഴ ലഭിക്കും. പക്ഷെ അതിന് ഓപ്പോസിറ്റുള്ള ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യില്ല, മഴ കുറവായിരിക്കും. അങ്ങനെ മഴ കുറവായിട്ടുള്ള ആ പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോഴും തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണം എന്താണ്, ഇത് തന്നെയാണ്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നുപോകുന്നു. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എല്ലായിടത്തും ഒരേ രീതികളാണ്. ഇപ്പോൾ നമ്മൾ ഭൂപ്രകൃതി പറഞ്ഞു, അതേപോലെ ഭക്ഷണ രീതികൾ, വസ്ത്രധാരണ രീതി, കൃഷികൾ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയല്ല നമുക്കറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. അപ്പം കൂടുതൽ മഴ ലഭിക്കുന്നിടത്തിൽ നെല്ലും, കുറവ് മഴ ലഭിക്കുന്നിടത്തിൽ എന്താണ്, ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ വരുന്നത്. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു. ഒരു ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട് വിളയും ജലത്തിൻ്റെ ആവശ്യകത, വിത്ത് വിതയ്ക്കുന്ന മാസങ്ങളും വിളവെടുക്കുന്ന മാസങ്ങളും. നെല്ലാണെങ്കിൽ നെല്ലിന് എങ്ങനെയാണ്, ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്ന മാസം ജൂണാണ്, വിളവെടുക്കുന്നത് സെപ്റ്റംബർ. ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബറിലും വിളവെടുക്കുന്നത് മാർച്ചിലുമാണ്. തണ്ണിമത്തനാണെങ്കിൽ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഏപ്രിലിൽ വിത്ത് വിതച്ചാൽ ജൂണിൽ വിളവെടുക്കാം. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് നമ്മൾ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഖാരിഫ്, റാബി, സയ്ദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. തെക്കുപടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പം മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ് കാലം. അപ്പം കൂടുതൽ അളവിൽ ജലമൊക്കെ ലഭിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള കൃഷികളായിരിക്കും ആ ഒരു ടൈമിൽ ചെയ്യുന്നത്. ഏതൊക്കെയാണ് വിളകൾ? ഖാരിഫ് വിളകളാണ് നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര എന്നിവ. ഇനി ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇപ്പോൾ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരിയോടെയാണ് ഈ ഒരു റാബി കാലം അവസാനിക്കുന്നത്. ആ ഒരു തണുപ്പൊക്കെ ഉള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവയാണ്. ഇനി റാബി വിളവെടുപ്പിനു ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? ഖാരിഫാണ്. അത് മഴക്കാലത്താണ്. അപ്പം കൂടുതലും അങ്ങനത്തെ വിളകളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ റാബി എന്ന സീസൺ പറയുന്നത് നമുക്ക് മഞ്ഞു ആയിട്ട് കണക്റ്റ് ആയിട്ടുള്ള മഞ്ഞുകാലത്താണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാർഷിക വിളകളും. ഇനി പിന്നെ സയ്ദ് വരുന്നത് എന്താണ്? വേനൽക്കാല കാർഷിക കാലമാണ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള വിളകളായിരിക്കും കൃഷി ചെയ്യുന്നുണ്ടായിരിക്കാം. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ആണ് ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇപ്പോൾ 3ലെയും വിളകൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓരോ കാലത്തും ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഉണ്ട്. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. പയറും തുവരയുമാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. ഇനി നാണ്യവിളകൾ എന്താണെന്ന് വെച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ.
നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കളൊക്കെ നാണ്യവിളകളാണ്. നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. അപ്പം ഈ ഒരു നാരുവിളകളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാഗ്, ചാക്ക്, പിന്നെ തുണിത്തരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള നാരിന് വേണ്ടിയിട്ടാണ് ഈ നാരുവിളകൾ കൃഷി ചെയ്യുന്നത്. എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. ഇനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജലസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കൃഷികൾ തന്നെ ഉണ്ട്. ഇന്ത്യയിലെ വിവിധ കൃഷിരീതികൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൽ നോക്കിയ കാര്യങ്ങൾ ആദ്യം പാമീർ പീഠഭൂമിനെ പറ്റി നമ്മൾ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. പിന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. പിന്നെ പാമീർ പീഠഭൂമി ഏതൊക്കെ പർവ്വതങ്ങളുടെ സംഗമസ്ഥാനാണെന്ന് ചോദിച്ചാൽ ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ പീഠഭൂമി. പിന്നെ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റി പറഞ്ഞപ്പം അതിർത്തികളെ പറ്റി പറഞ്ഞായിരുന്നു. വടക്ക് ഹിമാലയ പർവ്വതം, കിഴക്ക് അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, അങ്ങനെയാണ് അതിർത്തികൾ വരുന്നത്. പിന്നെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥയെ പറ്റി പറഞ്ഞു, ഭൂപ്രകൃതി, മഴനിഴൽ പ്രദേശം, പിന്നെ ലാസ്റ്റ് നമ്മൾ വിളകളെ പറ്റിയിട്ടും മഴക്കാലങ്ങളെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. മഴക്കാലങ്ങളല്ല, കാർഷിക കാലങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഖാരിഫ്, റാബി, സയ്ദ് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണെന്നുള്ളതും അതിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.